സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ഫണ്ടിലേക്ക് ബോബി ചെമ്മണ്ണൂർ 1 കോടി രൂപ കൈമാറി. മോചനദ്രവ്യമായ 34 കോടി രൂപ ഇതിനകം തന്നെ മലയാളികൾ ഒറ്റക്കെട്ടായി സ്വരൂപിച്ചിരുന്നു. പാണക്കാട് സാദിഖലി തങ്ങൾക്കാണ് ബോച്ചെ പണം കൈമാറിയത്. തുടക്കത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ മലയാളികളും സഹകരിച്ചുവെന്നും അബ്ദുൾ റഹീമിനെ ഉമ്മയുടെ അടുത്തേക്ക് ജീവനോടെ എത്തിക്കുമെന്നും ബോച്ചെ പറഞ്ഞു. അബ്ദുൾ റഹീമിന്റെ തുടർ ജീവിതത്തിനായി ടീ പൗഡർ ഷോപ്പ് ഇട്ട് നൽകുമെന്നും ബോച്ചെ പറഞ്ഞു. എല്ലാവരുടെയും ഫലമായിട്ട് പെട്ടെന്ന് ഈ 34 കോടി രൂപയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അത് ആദ്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മലയാളികൾ അത് ഏറ്റെടുക്കും, ഒറ്റയ്ക്ക് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് പ്രവർത്തിച്ചു കാണിച്ചു. തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്യാനുള്ളത് അബ്ദുൾ റഹീമിനെ ജീവനോടുകൂടെ എത്തിച്ച് ആളുടെ ഉമ്മയെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ദൗത്യമാണ്. എന്നിട്ട് ഉമ്മയുടെ അടുത്ത് പോകാമെന്ന് ചോദിച്ചു. ആദ്യം പലരും അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പോയി കണ്ണുനീര് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ചെല്ലുമ്പോൾ ഉമ്മയുടെ സന്തോഷം കാണണ്ടേ, ജീവനോടെ കൊണ്ട് ഏൽപ്പിച്ചാലേ കാര്യമുള്ളൂ. മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ബോച്ചെ ഫാൻസിൻ്റെ ഇതിലൊക്കെയുള്ള ഒരു തീരുമാനം വന്നത്, അദ്ദേഹത്തോടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ. ഒരു ജീവിത മാർഗത്തെക്കുറിച്ച് കൊണ്ടൊരു ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ചെ ടീ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിന്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. നിരവധി സംഘടനകളുടെയും വ്യക്തികളുടെയും കൂട്ടായ്മയുടെ വിജയമാണിതെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു. ഇത് കേരളത്തിന്റെ അനുകമ്പയുടെ ഉദാഹരണമാണെന്നും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നും തങ്ങൾ പറഞ്ഞു. എല്ലാ സംഘടനകളെയും എല്ലാ സംഘടനകളെയും ഒരുമിച്ചുകൊണ്ട് ഒരു മുന്നേറ്റമുണ്ടാക്കി അവർ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും അത് എല്ലാ മലയാളികളും ഏറ്റെടുക്കുകയും ഭേദമന്യേ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ തന്നെ ഒരു അനുകമ്പയുടെ ഒരു ഉദാഹരണമായി മാറിക്കഴിഞ്ഞു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കാണാൻ നാട്ടിൽ വരാം. പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്. 34 കോടി രൂപ സമാഹരിക്കാൻ യാചകയാത്രയുമായി മുന്നിൽ നിന്ന് നയിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. സൗദി കുടുംബം ആവശ്യപ്പെട്ട തുക തയ്യാറായ സാഹചര്യത്തിൽ മറ്റു നടപടിക്രമങ്ങൾ പാലിച്ച് അധികം വൈകാതെ തന്നെ അബ്ദുൾ റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമാവുന്നത് കാത്തിരിക്കുകയാണ് മലയാളികളൊന്നടങ്കം. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.